ഓഫീസ് എന്നതിന്റെ മലയാള പദം എന്താണ്? ആപ്പീസ്, കാര്യാലയം. രണ്ടും ശരിയാണ്. ഓഫീസ് എന്ന ഇംഗ്ലീഷ് വാക്കിനെ ആഫീസ് എന്ന് മലയാളത്തിലാക്കിയതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ ബോർഡ്. രജിസ്ട്രാർ എന്നതിന്റെ മലയാള പദം അറിയില്ല കേട്ടോ. ഇതേക്കുറിച്ച് യുവകവിയും നിരൂപകനുമായ ശ്രീ വിജയകുമാർ സാറിന് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ മലയാളമാണ് എന്നുള്ള തോന്നലുളവാക്കുകയാണ് ഉചിതം. പല ഇംഗ്ലീഷ് വാക്കുകളും മലയാളത്തിൽ അതേപടി ഉപയോഗിക്കുകയായിരിക്കും ഏറ്റവും നമ്മുടെ സൗകര്യമായ കാര്യം. സർ, അങ്ങ് റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച ആളാണല്ലോ. ഈ ബോർഡ് സബ് രജിസ്ട്രാർ ഓഫീസ് എന്നാണല്ലോ എഴുതുന്നത്. അപ്പോൾ ശരിക്കും രജിസ്ട്രാർ ആരാണ്? രജിസ്ട്രാർ എന്ന് പറയുന്നത് നമ്മൾ ജില്ലാ രജിസ്ട്രാറാണ് നമ്മൾ രജിസ്ട്രാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആധാരം രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസുകളിൽ സബ് രജിസ്ട്രാർ ഓഫീസ് എന്നുള്ളതാണ് നമ്മൾ അറിയപ്പെടുന്നത്. രജിസ്ട്രാർ പല വിഭാഗത്തിലും രജിസ്ട്രാർമാർ ഉണ്ട്. പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിൽ ജനനമരണ രജിസ്ട്രാർ ആണ് ഉള്ളത്. അതുപോലെ തന്നെ സഹകരണ വകുപ്പിലാണെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ എന്നുള്ള തസ്തികകളുണ്ട്. യൂണിവേഴ്സിറ്റികളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയുണ്ട് രജിസ്ട്രാർമാർ. അങ്ങനെ പലതരത്തിൽ പല വിഭാഗത്തിൽ രജിസ്ട്രാർമാരെ നമുക്ക് കാണാൻ കഴിയും. രജിസ്ട്രാർമാർ ഒരുപാടുണ്ടല്ലേ? താങ്ക് യു സർ. പക്ഷേ ഞങ്ങൾക്ക് രജിസ്ട്രാർ ഒന്നേ ഉള്ളൂ, ആധാരം രജിസ്റ്റർ ചെയ്യുന്ന രജിസ്ട്രാർ.